ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചോറാണ്. അതിന് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് ഉപ്പ്, ഇത് നാലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അത് പിന്നെ ഓൾറെഡി പിന്നെ പ്രോൺസിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ വെള്ളം ആഡ് ചെയ്യാണ്ടിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കുക്ക് ചെയ്യാം. അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിൽ, നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ അതിലോട്ടേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ടു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ കുക്ക് ആവണ്ട, കാരണം ഭയങ്കര റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചിട്ട് അത് നന്നായിട്ട് എടുക്കുക. അതിനുശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് സവോള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാരണം വേറെ ഓയിലിനേക്കാളും നല്ലത് നമ്മൾ ചെമ്മീൻ വറുത്ത ഓയിൽ തന്നെയാണ്. അപ്പോൾ അതിലെല്ലാത്തിലും പിടിച്ചോളുമല്ലോ. അതിലോട്ടേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 3 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു ഏലക്ക, ഇത് 3ഉം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് ആയിട്ട്. അതും ഒന്ന് അതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ടൊമാറ്റോ കൂടി ഞാനിതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം കുറച്ച് കരിവേപ്പില. ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ടുന്ന പ്രോസസ്സ്. നമ്മളത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി ഇതിലോട്ടേക്ക് വേണ്ടുന്ന പൊടികളാണ്. കുറച്ച് ഗരം മസാല പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേറെ ഒരു മസാലാസും നമുക്കിതിൽ ആവശ്യമില്ല. സോ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് മതി, കാരണം ഇവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്കും കൂടി കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഓവർ സ്പൈസി ആക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ആവശ്യം കുറച്ചും കൂടി എരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ചിട്ട് പച്ചമുളകോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അരിയാണെങ്കിലും ഓക്കെ, അത് വേവിച്ചിട്ടിട്ടാൽ മതി. ഇത് ഡയറക്റ്റായിട്ട് ഞാൻ റോ റൈസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 3 കപ്പ് അരിക്ക് ഞാനിവിടെ 6 കപ്പ് വെള്ളം ഓൾറെഡി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ആ വെള്ളം ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് അരികൾ തമ്മിൽ ഇങ്ങനെ ഒരു പൊട്ടുന്ന പോലെ നമുക്ക് തോന്നും. അതായത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അരികൾ തമ്മിൽ പൊട്ടുന്ന പോലെ തോന്നും. ആ ഒരു രീതി എത്തുന്ന സമയത്ത് വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ അത് കുക്കായി വന്നിട്ടുണ്ട്. സോ ഓൾറെഡി ഞാൻ അവിടെ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ വെള്ളം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, വെന്തതിന് ശേഷം ചോറൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുക്കായി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയും ചെമ്മീനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചെമ്മീൻ ചോറ് റെഡിയായി.